സ്വപ്നങ്ങൾ പൂഞ്ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചേക്കേറാം ഉറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നീരാടാം ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചേക്കേറാം ഉറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നീരാടാം ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സർ. അഗൈത് കുഞ്ഞെ എന്താ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഈ ഘട്ടത്തിലേക്ക് ലിഫ്റ്റിൽ വന്നെത്തിയില്ലേ? ഓ സബാഷ്. താങ്ക് യു സർ. മിടിക്കണേ. ആദ്യം ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലേ ഒത്തിരി സ്വപ്നങ്ങളുണ്ട് അല്ലേ? ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 പറ്റി ഇവിടെ പാടാനായിട്ട്. അതിപ്പോ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളായി. ഇപ്പൊ ഒത്തിരി 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 സ്വപ്നങ്ങളായി അല്ലേ? ആഹാ. നമസ്കാരം ശശിയണ്ണ. നമസ്കാരം. സബാഷ്. ആ മൂഡ് ഇങ്ങനെ കറക്റ്റായിട്ട് കൺവേ ചെയ്തു. ഇതില് ഗിറ്റാർസ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കോമ്പിനേഷൻ ഭയങ്കര ഇമാക്കുലേറ്റ് കോമ്പിനേഷൻ ആണ്. രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഈ പാട്ട് കൊണ്ടിരുന്നത്. സബാഷ്. ഈ പാട്ട് ഒറ്റയടിക്ക് പാടാനായിട്ട് ഒത്തിരി ഡിഫിക്കൽട്ടാണ്. കാര്യം എന്താണ് മീൻകുട്ടി? എന്താ? ശ്വാസം വേണം. ശ്വാസം. ഓ ശ്വാസം.
ശ്വാസം എടുക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രേസസ് പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയൊക്കെയോ നമ്മുടെ അഖൈദി കുഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടാട്ടാ. പക്ഷെ എന്നാലും ആ പാട്ടിനെ നമ്മളിലേക്ക് എത്തിച്ചു എന്നുള്ളതിന് നല്ലൊരു കൈ കൊടുക്കാം. താങ്ക് യു സർ. പക്ഷെ ചില വാക്കുകളൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. കാരണം അത് അങ്ങനെ പാടാൻ പറ്റൂ. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ കണ്ടിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു എനിക്ക്. ഒരു കാറ്റിൻ ചിറകേറി പതിയെ പാറാം, മധു തേടും വണ്ടായി മൂളി തൊടിയിൽ തുള്ളാം. ഇതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. സൂപ്പറാ. സൂപ്പർ, അത്രേ ഉള്ളൂ. അതിമനോഹരമായിരുന്നു. അതിമനോഹരമായിരുന്നു. അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരുന്നു അൾട്ടിമേറ്റ്. അൺബിലീവബിൾ. ആ ബബിൾ ആയിരുന്നു. ഓക്കെ. പിന്നെ കൂട്ടിൽ നിന്നും ഒരു പൂവിന് കുളിരിതളും തേനും. ആ തേനും അൺബിലീവബിൾ. താങ്ക് യു സർ. പിന്നെ കൊഴിയാതെ കൊഴിയും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ഹസ്കി ആക്കിയില്ലേ? അത് നല്ലതായിരുന്നു. അത് അൺബിലീവബിൾ ആയിരുന്നു. താങ്ക് യു സർ. അപ്പൊ ഒരുപാട് ബബിൾസ് ഉണ്ടായിരുന്നു കേട്ടോ പാട്ടില്. സൂപ്പർ ആയിരുന്നു അല്ലേ? അത് വലിയൊരു ബബിൾ. അൺബിലീവബിൾ ആയിരുന്നു. ചിത്ര ചേച്ചി അങ്ങനെ അതുപോലെ തന്നെ ഒപ്പിയെടുത്ത് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. പിന്നെ സജഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ പലവിടെ തുടക്കത്തിലുള്ള ട്യൂണില്ലേ, അത് ഭയങ്കര രസാ. അതെങ്ങനെയാണ്? ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. അല്ലേ? അതില് ഒത്തിരി 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 ഇത്ത ഉണ്ടല്ലോ, ആ ഇത്താക്ക് നമ്മളൊരു ചെറിയ പുഷ് കൊടുത്താൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അത് റിതമിക് ആയിട്ട് വരും. പിന്നെ ഈ കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗര സരിത്തിൽ. സരിത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സരിത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ പുഴയാണ്. നഗരത്തിലെ ചെറിയ പുഴയുടെ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സ്ട്രീം എന്ന് പറയില്ല, അരുവി എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. നഗര സരിത്തിൽ ആ ഒരു പുഴയിൽ നമുക്ക് നീരാടാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനെ നോട്ട്സ് ചെയ്താണ് സ്ലോ ആയിട്ടൊന്ന് പാടിക്കേപ്പിക്കാം. കുറുവാൽ പറവകൾ നീന്തി നടക്കും നടക്കും നഗരസരിത്തിൽ നീരാടാം നഗരസരിത്തിൽ നീരാടാം. ആ നോട്ട് വരും അവിടെ. സ്പീഡ് പാടുമ്പോഴും ആ നോട്ട് തന്നെ അവിടെ വരണം. അപ്പൊ കുറച്ചുകൂടി സ്പീഡായിട്ട് പാടിയേ. 1 2 3 4. കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നീരാടാം. അവിടെ എത്തുന്നില്ല. പക്ഷെ ആദ്യം എത്തുന്നുണ്ട്, കുഞ്ഞു കിനാവുകളിൽ എത്തുന്നുണ്ട്. പക്ഷെ ഈ ലിറിക്ക് വരുമ്പോഴത്തേക്കും കിട്ടുന്നില്ല കുഞ്ഞിനെ. അതെന്താണെന്ന് ഒന്ന് പൂത കണ്ണാടി വെച്ചൊന്ന് നോക്കിക്കോണേ. പക്ഷെ എന്നാലും ഇതിനൊരു നല്ലൊരു ജോഷ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ഒരു ആഘോഷമായിരുന്നു. ഈ പാട്ടിന്റെ ഒരുപാട് ഓർമ്മകൾ നമ്മളുടെ ഉള്ളിലേക്ക് ഒരുക്കി കൂടെ കൊണ്ടുവന്നു. കേട്ടോ? ഓക്കെ. അഖൈദി കുട്ടി എന്തോ എന്തായാലും ഈ ഡ്രസ് ഇട്ടിട്ട് ഈ ഡാൻസ് ഒക്കെ ചെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു അഖൈദി കുട്ടിക്ക് ഏറ്റവും ചേരുന്നത് ഈ വേഷമാണെന്ന് തോന്നുന്നു. ആണോ? താങ്ക് യു. നന്നായിട്ടുണ്ട്. താങ്ക് യു. അതുപോലെ തന്നെ പാട്ടില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനുപല്ലവിയുടെ സെക്കൻഡ് ഹാഫ്. അതുപോലെ തന്നെ ചരണത്തിന്റെ സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ പക്ഷേ ആ പീലി തോല് മാത്രം ചേർന്നിട്ടില്ല. പിന്നെ ഉള്ളത് രാത്രി ലില്ലിയുടെ മാറിൽ പൂമഴയായി പൊഴിയാം. അതിന്റെ സംഗതി എങ്ങനെയാ? മാരിവില്ലിനൊരു പാട്ടിൻ ശ്രുതി വെറുതെ മീട്ടാം, നാട്ടുമൈനയുടെ കൂട്ടിൽ ഒരു തിരിയായി മിന്നാം, രാത്രി ലില്ലിയുടെ മാറിൽ കുളിർമഴയായി പൊഴിയാം. സംഗതി കറക്റ്റ് ആക്കണം. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ രാഗവേണുവിൽ ഏതോ സ്വരമധുരം തിരയാം ഒരു കാറ്റിൻ ചിറകേറി പതിയെ പറ, ആ ഭാഗം മുതൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അനുപല്ലവിയുടെ. ഓക്കെ. എന്താ പറയാ, അഖൈദി കുട്ടിയുടെ ആ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ വേറെ തന്നെ ഒരു ടെക്സ്ചർ വരുന്നു ആ പാട്ടിന്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. എനിക്കും ഈ ബ്രെത്തിൻ്റെതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടണ പോലെ തോന്നിയത്. പക്ഷെ MJ സാർ പറഞ്ഞു ബുദ്ധിമുട്ടാണ്, കട്ടിയുള്ള പാട്ടാ. അതെ. പക്ഷെ എന്നാലും ചില അക്ഷരത്തിന്റെ ഇടയെന്നൊക്കെയാണ് മുറിക്കുന്നത്. പിന്നെ എനിക്ക് മൊത്തത്തിൽ അഖൈദിയുടെ പ്രോഗ്രസിനെ പറ്റിയിട്ടാണ് കൂടുതൽ പറയാൻ തോന്നുന്നത് കേട്ടോ. എനിക്ക് ആദ്യത്തെ ആ സ്റ്റേജിൽ പാടിയത് ഇങ്ങനെ ഓർമ്മ വരിക.
പേടിച്ച് 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 പാടിയ കുട്ടി ഇന്ന് നല്ല എൻജോയ് ചെയ്ത് പാടുന്ന കാണുമ്പോൾ ഐ എം സോ ഹാപ്പി. താങ്ക് യു ചേച്ചി. ഓക്കെ, നല്ല കോൺഫിഡൻസോടെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ ഓക്കെ. കേട്ടോ. അപ്പൊ എന്നെ കുഞ്ഞെ, ഇപ്പൊ നമ്മൾ 100 എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ആണ് അല്ലേ? ആ. 100 ആ. നമ്മൾ അതിനു വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. ഉം. അപ്പൊ 100ൽ നമ്മൾ എത്ര കുറയുന്നോ ആ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാൽ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ അത് കാണണം മനസ്സിൽ, ആ. അത് എന്തുകൊണ്ട് അത് കുറഞ്ഞെന്നുള്ളത്. ആ. അതാണ് ഇമ്പോർട്ടന്റ്. ആ. അതിനാണ് ഇവിടെ മാർക്ക് തരുന്നത്. ആ. അല്ലെങ്കിൽ എല്ലാവർക്കും 100 മാർക്കേ തരൂ. ആ. 100 മാർക്കിൽ നിന്ന് കുറയുന്ന 1 മാർക്ക് കുറഞ്ഞാൽ 99. ആ. അതെന്താണ് കാര്യം? ആ. അതിൽ നിന്ന് 1 മാർക്ക് കുറഞ്ഞാൽ എത്രയായി? 98. ആ. യെസ്. അത് എന്തുകൊണ്ട് 98? അതിൽ നിന്ന് 1 മാർക്ക് കുറഞ്ഞ 97. അതാണ് അഗൈത് കുട്ടിക്ക് 97 on 100. താങ്ക് യു സർ. ഇന്ന് വീട്ടിൽ പോയിരുന്ന അഗേതിക്കുട്ടി എന്ത് ചെയ്യും? പാട്ട് പഠിക്കും. അല്ല, കാൽക്കുലേറ്റ് ചെയ്യും. എന്തുകൊണ്ട് കുറഞ്ഞു, ആ. എന്തുകൊണ്ട് 98 വരെ എത്തി, എന്നിട്ട് അടുത്ത പ്രാവശ്യം എന്നിട്ട് നല്ല മാർക്ക് മേടിക്കും. നല്ല മാർക്ക് പഠിക്കും. ഓക്കെ, ഗുഡ് ഗേൾ. താങ്ക് യു. ബൈ. മീനുട്ടാ, ഓ ഒത്തിരി 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 സ്വപ്നങ്ങൾ അല്ലേ? എന്തെല്ലാം സ്വപ്നം ഈ പാട്ടിലെ കൂടെ പറയുന്നത്. അതെ ക്യാപ്റ്റൻ, അഗൈത് പാടിയ പാട്ടില്ലേ, അതിൽ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. അങ്ങനെ സ്വപ്നം കാണണം, നമ്മള് കണ്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. മീനുട്ടി സ്വപ്നം കാണാറുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ സ്വപ്നം കാണാറുണ്ട്. ഉറങ്ങുമ്പോഴല്ലേ? ആ, അങ്ങനെയും കാണാറുണ്ട്. മതങ്ങൾ, ഓ, നമ്മൾ ഉറങ്ങുമ്പോ കാണുന്ന അല്ല സ്വപ്നം, നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. ഇത് ആര് പറഞ്ഞതാ? ആരും പറഞ്ഞിട്ടുണ്ടല്ലോ. ആര് പറഞ്ഞതാ? APJ അബ്ദുൽ കലാം അല്ലേ? Yes. അദ്ദേഹം അല്ലേ? അതെ, Yes. ശരിക്കും നമുക്ക് എന്തൊക്കെ സ്വപ്നങ്ങളല്ലേ ഉള്ളത്? അതെ. അതെ, മീനൂട്ടിക്ക് നല്ല പഠിച്ചൊരു ജോലി വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം അല്ലെ? ആര്യ ചേച്ചിക്ക് ഒരു സ്വപ്നം. ആഗ്രഹം. പിന്നെ അതുപോലെ നമ്മുടെ കണ്ടസ്റ്റൻസ് നല്ല മാർക്ക് മേടിക്കണം എന്നുള്ള ആഗ്രഹം. എൻ്റെ ഫ്രണ്ടിന്റെ മകനുണ്ട്, അവൻ റിസർച്ച് സ്കോളറാ. 24 മണിക്കൂറും പുസ്തകവും ഇന്റർനെറ്റും ഇങ്ങനെ മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. അത് മാത്രമാണ്. ഓ, എന്നെ പോലെയാണോ? അവന് മീൻകുട്ടിയെ പോലെ തള്ളൊന്നുമില്ല. അവൻ മിടുമിടുക്കനാ. ആണോ? എന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ പറയുന്നത് MJ ഞങ്ങൾ ആരോട് പറയണം? ഫ്രണ്ടിന്റെ മോനോട് ചെന്ന് പറയണം. എന്താണാവോ? ആര്യ ചേച്ചിയും മധു അങ്കിളും കൂടെ നോട്ട് ചെയ്ത് വെച്ചോ. ഗവേഷക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് പോലെ 2026 മുതൽ നൽകി തുടങ്ങിയിട്ടുണ്ട്. അതെന്ത് ഗിഫ്റ്റ്? ഞാൻ പറയട്ടെ, തോക്കി കയറി വെടി വെക്കാൻ പാടില്ല. ഓക്കെ, യെസ്, കണ്ടിന്യൂ. സംസ്ഥാനത്തെ സർവകലാശാലകളിലെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ഗവേഷക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രതിവർഷം 1,20,000 രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്ന നമ്മുടെ ഈ പദ്ധതിയിലൂടെ 143 ഗവേഷക വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന്റെ ആദ്യ ഗഡു ലഭിക്കുന്നത്. ആര്യ ചേച്ചി കേൾക്കുന്നുണ്ടോ? യെസ്. മാസം 10,000 രൂപ വീതം 3 വർഷത്തേക്കായിട്ട് 3,60,60,000 രൂപയാണ് നമ്മുടെ സ്കോളർഷിപ്പ് പദ്ധതിയിൽ വിതരണം ചെയ്യുന്നത്. സംസ്ഥാന സർവകലാശാലകളിലോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റെഗുലർ അല്ലെങ്കിൽ ഫുൾ ടൈം ഗവേഷകർക്കാണ് ഇതിന്റെ മുഴുവൻ ഗുണവും ലഭിക്കുക. ഒരു കാര്യം നോട്ട് ചെയ്യണം മതോങ്കൾ, കേന്ദ്ര സംസ്ഥാന സർവകലാശാലയുടെ സ്കോളർഷിപ്പുകളോ മറ്റ് ഫെലോഷിപ്പുകളോ ഒന്നും ലഭിക്കാത്തവർക്കാണ് CM റിസർച്ച് സ്കോളർഷിപ്പിന് പരിഗണിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ റിസർച്ച് സ്കോളേഴ്സിനൊക്കെ ഒരു കിടിലൻ സപ്പോർട്ടാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അതെ. അമ്മ മീനുട്ടി, എന്തോ? നമുക്കിതൊക്കെ മനസ്സിലായി. ഓക്കെ, നമുക്കിനി അടുത്ത ആളെ വിളിക്കാം. യെസ്. ആര്യ ചേച്ചി, പെർഫോമൻസ് റൗണ്ട് ആണോ അതെ, മീനൂട്ട? പിന്നെ അല്ലാണ്ട് എന്തിനാ ഞാൻ വിളിക്കുക? എനിക്കറിയാം. ഇത് പെർഫോമൻസ് റൗണ്ട് ആണ്. അങ്ങനെ വെറും പെർഫോമൻസ് റൗണ്ട് അല്ല, നമ്മൾ കാണാൻ കൊതിച്ചിരുന്ന ഒരാളുടെ പെർഫോമൻസ് റൗണ്ടാ. കുഞ്ഞാറ്റക്കിളി. അതെ, ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കുഞ്ഞാറ്റക്കിളിയുടെ പെർഫോമൻസ് റൗണ്ട് എങ്ങനെ ഇരിക്കും എന്ന് കാണാനായിട്ട് അതിന് വിരാമം ഇട്ടുകൊണ്ട് കുഞ്ഞാറ്റക്കിളി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സുഭദ്രക്കുട്ടി കുഞ്ഞാറ്റ ഓൺ സ്റ്റേജ്. ഒരു മാലാഖ. അതെ, ഏഞ്ചൽ വന്നിരിക്കുന്നു. ഏഞ്ചൽ, അതെ അതെ അതെ. വെൽക്കം ഏഞ്ചൽ. താങ്ക് യു. ഓ, തൊടാൻ തോന്നുന്നു. മാലാഖ. മീനുകൂടാ എന്ന് കണ്ടില്ല, ചിരി കുറച്ച് കൂടുതലല്ലേ? ചിരി, അതിന്റെ കാരണം എനിക്കറിയാം. ചിരി കുറച്ച് കൂടുതലാണ്, നമുക്ക് കൂടുതലാണ്. കാരണം റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ടാണ് ഇന്ന് നിൽക്കുന്നത്. ഈ വരവ് അതെ അതെ അതെ. എങ്ങനെ ഫീൽ ചെയ്യുന്നു പ്ലേ ബാക്ക് സിംഗർ? ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ആ രസമായിരുന്നു. ആ വാക്കുകളിലൊക്കെ ആ ഇമോഷൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇനി പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ പ്രശസ്ത പിന്നണി ഗായിക നല്ല ടൈറ്റിൽ വരിക ആയിരിക്കും. ആ. അതെ, അങ്ങനെ കുഞ്ഞാറ്റ സിനിമയിൽ പാടി, അസാധ്യമായിട്ട് പാടി.
താങ്ക് യു സാർ. പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞാറ്റയാണ് ആ പാട്ട് പാടേണ്ടത് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ എഴുതി കുഞ്ഞാറ്റ പാടി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ച പോലെ. ആ യെസ്. കേട്ടോ. അപ്പൊ അങ്ങനെ ശ്രീ വിജിത് തമ്പിയുടെ അയ്യപ്പൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുൾ AI സിനിമയിൽ ഒരു പാട്ടാണ് കുഞ്ഞാറ്റ പാടിയിരിക്കുന്നത്. അതിൽ 7-8 പാട്ടുണ്ട്. കുഞ്ഞാറ്റയുടെ പാട്ട് കേട്ടിട്ട് അവിടെ കേട്ട എഞ്ചിനീയറും അതുപോലെ അന്ന് റെക്കോർഡിങ്ങിനുണ്ടായിരുന്ന ആൾക്കാരും നമ്മുടെ കൂടെയുള്ള ആൾക്കാരും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഓ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. ഈ സിനിമയുടെ ബാക്കി ഘട്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ പാട്ട് ഇവിടെ ലൈവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. ഉറപ്പായിട്ടും yes. ഞങ്ങള് വെയിറ്റിംഗ് ആണ് കേട്ടോ. എന്റെ അച്ഛന്റെ ഓഫീസിലെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഹായ് ഹായ് ഹലോ. ഹായ്. എല്ലാവരുടെയും മുഖത്ത് ഒരു അഭിമാനം കാണാൻ പറ്റും. അയ്യോ അതെ. അമ്മയുടെ ചിരി നോക്ക സുഭദ്രയുടെ അമ്മയുടെ ചിരി ഫുള്ള്. ഞാനിപ്പോ പെട്ടെന്ന് കണ്ണൂർ രാജൻ സാറിനെ ഇങ്ങനെ ഓർക്കുക. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള Yes. ഒരു മ്യൂസിക് കമ്പോസറാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ ഒരു മഹാനായിട്ടുള്ള മ്യൂസിക് കമ്പോസറാണ്. നമ്മുടെ ശരത്ത് കല്യാണം കഴിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകളെയാണ്. അദ്ദേഹത്തിന്റെ ഒത്തിരി പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും, എന്റെ സ്വപ്ന സുഗന്ധമേ, പാടം പൂത്ത കാലം. പാടും. അതെ. ഒരുപാട് ചിത്രത്തിലെ എല്ലാ പാട്ടുകളും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹിറ്റായിട്ടുള്ള പാട്ടുകളുണ്ട്. അതേസമയം വളരെയധികം നമ്മുടെ ശരത് പൂർണിമ യാമിനി. യാമിനിയിൽ അത്തരത്തിലുള്ള പാട്ടുകളെല്ലാം. അപ്പൊ കണ്ണൂർ രാജൻ സാറിന്റെ ഒരു പാട്ടാണ് നമ്മുടെ കുഞ്ഞാറ്റ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് അല്ലേ? അതെ നിന്നിഷ്ടം എന്നിഷ്ടം. അതെ. ഇത് എഴുതിയിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറാണ്. ഉം. ഇത് പാടിയിരിക്കുന്നത് ജേട്ടനും ചിത്രചേച്ചിയും ചേർന്നാണ്. ഞാൻ SSLC പാസ്സാവുന്നത് 1986 ആണ്. ആ വർഷം റിലീസായ സിനിമയാണ് നിന്നിഷ്ടം എന്നിഷ്ടം. ഇഷ്ടം. അപ്പൊ പാടിയോ. ഓക്കെ. All the best. Yes, താങ്ക് all യു the best. താങ്ക് യു best. താങ്ക് യു. തുള്ളിപ്പാടി
നൈസ് വെരി നൈസ്. കുഞ്ഞാറ്റെ എന്തോ എഫേർട്ട്ലെസ് ആയിട്ട് പാടിക്കണം. താങ്ക് യു സാർ. കുഞ്ഞാറ്റയോടാണ് കളി. അതെ അതെ ആ അതാണ് രസമായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ തുമ്പി തുള്ളി വരുമ്പോഴത്തേക്കും എവിടെന്നോ ഒരു പോസിറ്റിവിറ്റി അങ്ങോട്ട് വരും. നമ്മൾ കുറച്ച് എന്തെങ്കിലും കാര്യത്തിൽ കുറച്ച് ഒരു ആലോചനയിലോ ചെറിയ സങ്കടത്തിലോ ഒക്കെ ആണെങ്കിൽ ഇതുപോലുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചങ്ങ് പോരും. സത്യം. ഒരു കംബാക്ക് ആണ്. അതാണ് പാട്ടിന് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതെ. കേട്ടോ കുഞ്ഞാറ്റെ. അപ്പൊ പാട്ട് എപ്പോഴും കുഞ്ഞാറ്റയ്ക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഓക്കെ. ആ പിന്നെ ഒരു പുലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ. ഈ പുലി എവിടെ നിന്ന് ഇറങ്ങിയെന്ന് എനിക്ക് മനസ്സിലായില്ല. പുലിയോ? പുലി മേടകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, പക്ഷെ അങ്ങനെ എഴുതിയിട്ടില്ല. ഒഴുകും. ഇത് പൊലി മേളകൾ എന്നാണ്. അതിന് ഞാൻ കേട്ടത് പുലി ഞാനും അതെ, മേളകൾ. ഞാനും അങ്ങനെ കേട്ടു. അത് പുലി എങ്ങനെ ഇറങ്ങി അവിടെ? പൊലി. പോ വേണം പൊലി. അപ്പൊ ഒന്ന് പൊലി ആയിട്ട് തന്നെ പുലി അല്ലാതെ ഒന്ന് പഠിത്തന്നെ. പൊലി ഒന്ന് പൊലിപ്പിച്ചേ. ഒഴുകും പൊലിമേളകൾ തെളിയും തിരുവോണങ്ങൾ തെളിയും. ആ തെളിയും. അത് കറക്റ്റ് ആയിട്ട് അവിടെ എത്തിയിട്ടില്ലായിരുന്നു പാടിയപ്പോ. അതാണ് പറഞ്ഞോണ്ട് വരുന്നത്. അപ്പൊ അതെന്താ വെച്ചാൽ അവിടെ കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. ഒരു സെമിറ്റോൺ കുറച്ച്. ഒഴുകും പൊലിമേളകൾ Yes. തെളിയും തിരുവോണങ്ങൾ. ഇത്രയേ ഉള്ളൂ കുഞ്ഞാറ്റയ്ക്ക്. ഒരു സെമിറ്റോൺ കൂടിയപ്പോഴുള്ള പ്രശ്നം കണ്ടോ? അപ്പൊ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. ഇതാണ് നമുക്ക് പറ്റിയത്. ഒറിജിനൽ ശ്രുതിയിൽ പാടിയില്ലെങ്കിൽ അത് ക്രിമിനൽ കേസൊന്നും എടുക്കൂല. ഇവിടെ ഒരു പ്രശ്നമില്ല. നമ്മൾ പാടുന്നത് നന്നാവണം. പറഞ്ഞു മനസ്സിലായോ? നമുക്ക് ഓരോരുത്തർക്കും പാടാൻ പറ്റുന്ന ഒരു പിച്ചുണ്ട്. അതിനെപ്പറ്റി നല്ല ധാരണ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഉണ്ട്. അത് കുറച്ചുകൂടെ കൂട്ടിയെടുക്കണം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ചെല്ലക്കാറ്റിൻ പള്ളിത്തേരിൽ അല്ലിത്തേനും മുല്ലപ്പൂവും അതൊന്ന് പാടിക്കേ. ചെല്ലക്കാറ്റിൻ പള്ളിത്തേരിൽ അല്ലിത്തേനും മുല്ലപ്പൂവും ചുണ്ടിൽ ആ, പനി നിന്നും. ആ, പസ 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 പനി 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 മത മതം. ആ അത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻഡ് ആയിട്ട് പാടണം. ചെല്ലക്കാറ്റിൻ പള്ളിത്തേരിൽ അല്ലിത്തേനും മുല്ലപ്പൂവും ചുണ്ടിൽ നിന്നും ചുണ്ടത്തേകാൻ ഉണരും ആരാധന. ആ, പിന്നെ പല്ലവിയിൽ ഇല്ലാത്ത ഒരു നോട്ടാണ് അനുപല്ലവിയിൽ തുടങ്ങുന്നത്. ആ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ആ. ഏത് നോട്ടാണ്? മടിയിൽ മണിമുത്തു, മടിയിൽ മണിമുത്തുമായി ഒരുങ്ങും പൂവനങ്ങൾ. മടിയിൽ അമ്മ മടിയിൽ അമ്മ എന്നുള്ളത് അതില് മ എന്നുള്ള അക്ഷരമാണെങ്കിലും ഗ എന്ന് പറയുന്ന നോട്ടായതുകൊണ്ട് ആ ഗായെ വളരെ ശ്രദ്ധിച്ച് പാടിയില്ലെങ്കിൽ മ പ്രശ്നത്തിലാവും അല്ലേ? ആ അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഓക്കെ. ഇത്രയൊക്കെ ഉള്ളൂ. യെസ് യുവർ ഓണർ. താങ്ക് യു ഓണർ. കുഞ്ഞാറ്റക്കളി എന്തോ നന്നായിരുന്നു പാടിയത്. താങ്ക് യു എനിക്ക് സാർ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. ഈ സിനിമയും അതിലെ കഥാപാത്രങ്ങളും അതൊക്കെ ഓർമ്മ വരും. അപ്പൊ എന്തായാലും അങ്ങനെ നമ്മളെ കൊണ്ടുപോയതിന് വളരെ നന്ദിയുണ്ട് ആദ്യം തന്നെ. പിന്നെ പാട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ എം ജി ഞങ്ങൾ പറഞ്ഞു. ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് പാടി താങ്ക് യു സാർ. കേട്ടോ. ശ്രുതിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചില സ്ഥലങ്ങളിൽ നോട്ട്സ് ഒന്നും കൂടി ക്ലാരിറ്റി അവിടെ ഹിറ്റ് ചെയ്യണം. രണ്ടാമത്തെ കളഭ തളികയുമായി അതെങ്ങനെയായിരുന്നു? കളഭ തളികയുമായി. രണ്ടാമത്തെ ഇപ്പൊ പാടിയ പോലെ അങ്ങടെ എത്തിയില്ല. കളഭ തരരരരരരരാ. ഞാൻ ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചിരുന്നല്ലേ? ആ അതെ. അപ്പൊ ഇതാണ്. ബാക്കി എല്ലാം എം ജി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ തോന്നിയത് തെളിയും തിരുവോണങ്ങൾ, അവിടെയും കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. ഇതൊക്കെ ഉള്ളൂ. ഈ പാട്ട് ഇങ്ങനത്തുള്ള പാട്ടുകളും പാടാൻ പറ്റും എന്നുള്ള കാര്യം നമ്മുടെ കുഞ്ഞാറ്റക്കളി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ഏ താങ്ക് യു. ആ ഇത് ഈ റൗണ്ടിലെ ആദ്യത്തെ പാട്ടല്ലേ? രണ്ടാമത്തെ പാട്ടല്ലേ? ആദ്യത്തെ പാട്ട്. നമ്മൾ കൺഗ്രാറ്റ്സ് പറഞ്ഞില്ലല്ലോ. അയ്യോ, ശരിയാണല്ലോ അല്ലേ? കൺഗ്രാറ്റ്സ്. ഓ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. Congrats. അതെ ഇപ്പോഴാണ് അടുത്ത ശ്വാസം. അതെ അതെ, അടുത്ത ഘട്ടത്തിലേക്ക് കയറി. അതെ 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 അതെ. അപ്പൊ എന്തായാലും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവാം കേട്ടോ. Okay, sir. കുഞ്ഞാറ്റക്കിളിയേ എന്തോ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. കോസ്റ്റ്യൂം ഒക്കെ Thank ഇട്ടിട്ട് you. നല്ലൊരു മാലാഖ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട്. മിടുക്കി, നന്നായി പാടി. എനിക്ക് മൊത്തത്തിലൊരു സ്ട്രെയിൻ ഉണ്ടായിരുന്നോന്ന് തോന്നി മുഴുവനായിട്ട്. ഹൈ പാടുന്ന പോർഷൻസ് ഒക്കെ കുറച്ചൊരു സ്ക്രാച്ച് കുറച്ചധികം വന്നോന്ന് തോന്നി. എം ജെ സാർ അത് പിച്ചൊന്ന് കുറച്ച് പാടിപ്പിച്ചപ്പം കുറെ ബെറ്റർ ആയി. പക്ഷെ അപ്പൊ എനിക്ക് ഡൗട്ട്, ആ ബേസ് പോകുന്ന പോർഷൻ അന്നേരം ആ പിച്ചിൽ കിട്ടുമോന്നൊരു സംശയം വന്നു. അപ്പൊ അതിന്റെയും ഓവറോൾ ക്ലാരിറ്റി കുറച്ച് കുറവായിരുന്നു കേട്ടോ. Okay, sir. പാടിയപ്പോഴ് മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്താൽ ശരിയാവും കേട്ടോ. മിടുക്കിയാണേ. പുതിയ സ്റ്റെപ്പൊക്കെ ആര് പഠിപ്പിച്ചു തന്നു? ജിത ചേച്ചി.
ആ ജിതയാണ് അങ്ങനെ പറ. നന്നായിരുന്നു, ആ സ്റ്റെപ്സ് ഒക്കെ നന്നായിരുന്നു. അതെ, താങ്ക് യു. ഞാൻ കണ്ടുപിടിച്ചു പുതിയ സ്റ്റെപ്സ് എല്ലാം. എന്തായാലും കൊള്ളാം, അടിപൊളി, നല്ല Thank you, കോൺഫിഡൻസ്, നല്ല സെലക്ഷൻ, നല്ല രസ്തി പാടി മിടുക്കി. ഓക്കെ, കുഞ്ഞാറ്റെ, എന്തോ കണ്ണൂർ രാജൻ സാറിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് തൂ മഞ്ഞിൻ തുള്ളി എന്നുള്ള പാട്ടാണ്. കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കേൾക്കണേ. ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് മധുച്ചേട്ടൻ പാടുമോന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ 12 നോട്ട് വേരിയേഷൻസ് ഉണ്ട്. സരിഗമ പദനി ഇല്ലേ, നമ്മുടെ സപ്തസ്വരങ്ങള്, ആ. അതിന് 12 സ്ഥാനങ്ങളുണ്ട്. സായും പായും ഒറ്റ ഒരു സ്ഥാനമാണ്. ബാക്കി രീ ഗ മ ദ നി എന്നുള്ള നോട്ട്സിന് വേരിയേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 12 വരണേ. ഈ 12 നോട്ട്സും ഈ പാട്ടിലുണ്ട് എന്നുള്ളതാണ് അത്ഭുതം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ണൂർ രാജൻ സാർ ഒരു മഹാനായിട്ടുള്ള ഒരു കമ്പോസർ ആണെന്ന്. സുഭദ്രക്കുട്ടി എന്തോ മാർക്കറിയാം അപ്പം. ആ. അപ്പൊ സുഭദ്രക്കുട്ടിയുടെ ഇന്നത്തെ സ്കോർ 97.25 ഔട്ട് ഓഫ് 100. താങ്ക് യു മാം. തുമ്പപ്പൂക്കാട്ടിൽ താനേ ഊഞ്ഞാലാടി. മത്സരം വീണ്ടും വീണ്ടും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ചെയ്യുന്ന പോലെ തന്നെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. പക്ഷെ ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങണം. ഓക്കെ, ബൈ. ഒരു തളിരു പുലരിയുടെ രോമാഞ്ചത്തേരോത്സവം. തുമ്പി തുള്ളു തുള്ളു തുമ്പി. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒത്തിരി നല്ല നല്ല പാട്ടുകളും കുറേ വിശേഷങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞു. ഇനിയും പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.